നമസ്കാരം, വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ ജീവശാസ്ത്രത്തിലെ അസ്ഥികൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അസ്ഥികൾ ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അസ്ഥികളുടെ ധർമ്മങ്ങൾ ആദ്യം നോക്കാം. ഓക്കെ, ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കുക, നോട്ട് എഴുതിയെടുക്കുക. അതിനുശേഷം വീണ്ടും വീണ്ടും വായിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാ പോയിന്റുകളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. അസ്ഥികളുടെ ധർമ്മങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് അസ്ഥികളുടെ ധർമ്മങ്ങൾ? ശരീരചലനങ്ങൾ സാധ്യമാക്കുന്നത് എന്താണ്? അസ്ഥികളാണ്. ശരീരചലനങ്ങൾ സാധ്യമാക്കുന്നത് അസ്ഥികളാണ്. ഏതൊരു ജീവിയും ചലിക്കാൻ സഹായിക്കുന്നതിന് ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നത് ആരാണ്? അസ്ഥികളാണ്. ഓക്കെ, ശരീരത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നതും ആര് തന്നെയാണ്? അസ്ഥികൾ തന്നെയാണ്. ശരീരത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നതും ആര് തന്നെയാണ്? അസ്ഥികൾ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ബോൺസ് അല്ലേ, ബോൺസ് ആണ് അഥവാ അസ്ഥികളാണ്. ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുക എന്ന ധർമ്മവും ആർക്കുണ്ട്? അസ്ഥികൾക്കുണ്ട്. ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുക എന്ന ധർമ്മവും ആർക്കുണ്ട്? അസ്ഥികൾക്കുണ്ട്. അസ്ഥികൾ കേൾവിക്ക് സഹായിക്കുന്നു. അസ്ഥികൾ എങ്ങനെയാണ് കേൾവിക്ക് സഹായിക്കുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ഒരു ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ രീതിയിലുള്ള എക്സാമുകളിലൊക്കെ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തരുമ്പോൾ എങ്ങനെയായിരിക്കും തരുന്നത്? അസ്ഥികൾ കേൾവിക്ക് സഹായിക്കുന്നു എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ നമ്മൾ ആ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ എഴുതും? ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ എഴുതും? ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എങ്ങനെയാണ് ശരിയാകുന്നത്? നമ്മുടെ ചെവിയിലെ മധ്യകർണത്തിലെ അസ്ഥി ശൃംഖല നമ്മുടെ കേൾവിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടല്ലേ. മാലിയസ് ഇൻകസ് ടേപ്പീസ് എന്ന അസ്ഥി ശൃംഖല എന്ത് ചെയ്യുന്നുണ്ട്? പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം. അപ്പോൾ കേൾവിക്ക് സഹായിക്കുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റും അസ്ഥികളെ സംബന്ധിച്ച് എന്താണ്? ശരിയാണ്. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നത് അസ്ഥികൾ സഹായിക്കുന്നുണ്ട്. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആര് സഹായിക്കുന്നുണ്ട്? അസ്ഥികൾ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ബോൺ മാരോ അസ്ഥി മജ്ജയിലൊക്കെ രൂപപ്പെടുന്ന രക്തകോശങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ആ ടോപ്പിക്ക് വരുമ്പോൾ അത് വിശദമായിട്ട് പഠിക്കാം. ഇത്രയും ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആര് സഹായിക്കുന്നു? അസ്ഥികൾ സഹായിക്കുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് ധർമ്മങ്ങൾ പറയുന്ന? അസ്ഥികളുടെ ധർമ്മങ്ങൾ എന്താണ് പറയുന്നത്? ഒരു ശരീരത്തിൽ, ഒരു ജീവിയുടെ ശരീരത്തിൽ അസ്ഥികൾ ഉള്ളത് കൊണ്ട് അസ്ഥികൾ എന്തൊക്കെ ധർമ്മങ്ങളാണ് ചെയ്യുന്നത്? ശരീര ചലനങ്ങൾ സാധ്യമാക്കുന്നു, ശരീരത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്നു, ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു, കേൾവിക്ക് സഹായിക്കുന്നു, രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു. ധർമ്മങ്ങൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി എന്താണ് അസ്ഥികളെക്കുറിച്ചുള്ള പഠനം? അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓസ്റ്റിയോളജി എന്നാണ്. എന്താണ്? ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഓസ്റ്റിയോളജി. എന്താണ്? ഓസ്റ്റിയോളജി. ഇനി അസ്ഥികളിലെ അടിസ്ഥാന ഘടകം എന്താണ്? അസ്ഥികളിലെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അസ്ഥികളിലെ അടിസ്ഥാന ഘടകമായിട്ടുള്ള കോശങ്ങളാണ് ഓസ്റ്റിയോസൈറ്റുകളും ഓസ്റ്റിയോബ്ലാസ്റ്റുകളും. എന്താണ്? ഓസ്റ്റിയോസൈറ്റുകളും ഓസ്റ്റിയോബ്ലാസ്റ്റുകളും. ഓക്കെ, ഓസ്റ്റിയോസൈറ്റുകൾ കൂടിച്ചേർന്നോ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ കൂടിച്ചേർന്നോ ആണ് എന്ത് രൂപപ്പെടുന്നത്? അസ്ഥികൾ രൂപപ്പെടുന്നത്. ഓക്കെ, അസ്ഥികളിലെ അടിസ്ഥാന ഘടകം എന്ന് ചോദിച്ചാൽ എന്താണ്? ഓസ്റ്റിയോസൈറ്റ് അഥവാ ഓസ്റ്റിയോബ്ലാസ്റ്റ്. നോക്ക്, ഓസ്റ്റിയോളജി ആണ് പഠനം. എന്താണ്? ഓസ്റ്റിയോളജിയാണ് പഠനം. അപ്പോൾ അടിസ്ഥാന ഘടകം എന്താണ്? ഓസ്റ്റിയോസൈറ്റ് അഥവാ ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ്. ഇനി അസ്ഥികൾ ഉൾപ്പെടുന്ന കല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? യോജക കലയാണ് കേട്ടോ. അസ്ഥികൾ ഉൾപ്പെടുന്ന കല ഏതാണ്? യോജക കല. എന്താണ് കല? നമ്മുടെ ജീവശാസ്ത്രപരമായിട്ട് കല എന്ന ടേമിൻ്റെ മീനിങ് എന്താണ്? കോശങ്ങൾ കൂടിച്ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? കല. ഒരേ സ്വഭാവമുള്ള കോശങ്ങൾ കൂടിച്ചേരുന്നതാണ് എന്ത്? കലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കലകളിലാണ് അസ്ഥികൾ ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ യോജക കലയിലാണ്. ഓരോ കോശങ്ങളുടെയും സ്വഭാവത്തിനനുസരിച്ച് ഏത് ഒരു തരത്തിലുള്ള കോശങ്ങളാണോ കൂടിച്ചേരുന്നത് അതനുസരിച്ച് കലകളെ നമ്മൾ പലതായിട്ട് തിരിക്കുന്നുണ്ട്. അതിലിപ്പോൾ അസ്ഥികൾ ഉൾപ്പെടുന്ന കല ഏതാണെന്ന് വെച്ചാൽ ഏത് പറയാം? അത് യോജക കലയാണ്. യോജക കല. ഓക്കെ, ഇനി അസ്ഥികളെ ആവരണം ചെയ്തിരിക്കുന്ന ഭാഗം, അസ്ഥികളെ എന്തിനാലാണ് ആവരണം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പെരി ഓസ്റ്റിയമാണ്. എന്താണ്? പെരി ഓസ്റ്റിയം. നമ്മൾ ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന എന്താണ്? പെരികാർഡിയോ അല്ലേ. അതുപോലെ നമ്മുടെ അസ്ഥികളെ ആവരണം ചെയ്തിരിക്കുന്ന എന്താണ്? പെരിയോസ്റ്റിയം. ആ ടേമിൽ നിന്ന് തന്നെ കിട്ടും. ഹൃദയം, കാർഡിയോളജി, പെരികാർഡിയം. ഓക്കെ ആണല്ലോ. അസ്ഥികൾ ഓസ്റ്റിയോളജി, പെരിയോസ്റ്റിയം. അങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ അസ്ഥികളെ ആവരണം ചെയ്തിരിക്കുന്ന എന്താണ്? പെരിയോസ്റ്റിയം കൊണ്ടാണ്. പെരിയോസ്റ്റിയം കൊണ്ടാണ് അസ്ഥികൾ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റിലേക്ക് പോകാം. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെ അറിയപ്പെടുന്നതാണ് ടെൻഡനുകൾ. എന്താണ്? ടെൻഡനുകൾ. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? ടെൻഡനുകളാണ്. എന്നാൽ അസ്ഥികളെയും തമ്മിൽ അല്ലെങ്കിൽ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? അത് സ്നായുക്കൾ അഥവാ ലിഗമെൻസ് ആണ്. ഓക്കെ ആണല്ലോ. രണ്ട് അസ്ഥികൾ കൂടിച്ചേരുന്ന ഭാഗത്തെ നമ്മൾ പറയുന്നത് എന്താണ്? സന്ധികൾ എന്നാണ്. സന്ധികൾ. അപ്പോൾ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. എങ്ങനെയാണ്? അസ്ഥികളെ പരസ്പരം
ബന്ധിപ്പിച്ചു നിർത്തുന്നത് ഏതാണ്? സ്നായുക്കളാണ്. അല്ലെങ്കിൽ അസ്ഥികളെയും സന്ധികളെയും ഒന്നോ സന്ധികളിലെ അസ്ഥികളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് ചേർക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഏത് തന്നെ പറയാം? സ്നായുക്കൾ തന്നെ പറയാം കേട്ടോ, സ്നായുക്കൾ. എന്നാൽ അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നത് എന്താണ്? അത് ടെൻഡനുകളാണ്. ടെൻഡനുകൾ തമ്മിൽ മാറിപ്പോകരുതേ. ഓക്കെ, അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നത് ടെൻഡനുകൾ, അസ്ഥികളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നത് സ്നായുക്കൾ, അല്ലെങ്കിൽ അസ്ഥികളെയും സന്ധികളെയും പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ആരാണ്? സ്നായുക്കളാണ്. സ്നായുക്കൾ അഥവാ ലിഗമെൻസ്. രണ്ട് രീതിയിലും PSC ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷ് ടേമും മലയാളം ടേമും ചോദിക്കാറുണ്ട്. ലിഗമെൻസ് അഥവാ സ്നായുക്കളാണെന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടക ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാൽസ്യം ആണ്. അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും ഏത് ലോഹം കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ലോഹമൂലകം കൊണ്ടാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കാൽസ്യം കൊണ്ടാണ് കേട്ടോ. അസ്ഥികളിലെ പ്രധാന ഘടകമാണ് ഏതെന്ന് പറയുന്നത്? കാൽസ്യം എന്ന് പറയുന്നത്. നമുക്ക് എന്തിൽ നിന്നൊക്കെ കാൽസ്യം കിട്ടും? പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് നമുക്ക് ധാരാളം കാൽസ്യം ലഭിക്കാറുണ്ട്. തൈര്, വെണ്ണ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ലഭിക്കാറുണ്ട്? കാൽസ്യം കണ്ടന്റ് ലഭിക്കാറുണ്ട്. അതുപോലെ മത്സ്യം, ഇലക്കറികൾ ഇവയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽസ്യം ലഭിക്കാറുണ്ട്. അപ്പോൾ അസ്ഥികളിലെ പ്രധാന ഘടക ലോഹ മൂലകം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് കാൽസ്യമാണ്. കാൽസ്യം. ഇനി അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന ഘടക സംയുക്തങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും ആണ്. നോക്കൂ, രണ്ടിലും എന്തുണ്ട്? കാൽസ്യം കണ്ടന്റ് ഉണ്ടല്ലേ. കാൽസ്യം ഫോസ്ഫേറ്റിലും കാൽസ്യം കാർബണേറ്റിലും എന്തുണ്ട്? കാൽസ്യം ഉണ്ട്. അപ്പോൾ കാൽസ്യമാണ് പ്രധാന ഘടക ലോഹം എന്ന് പറയുന്നത്. ഇനി ഘടക സംയുക്തങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് ഏതൊക്കെയാണ്? കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും ആണ്. അസ്ഥികളിൽ 80% എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ. 80% എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പോൾ അസ്ഥികളിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഘടക സംയുക്തം ഏതാണെന്ന് വെച്ചാൽ ഏത് തന്നെ പറയാം? കാൽസ്യം ഫോസ്ഫേറ്റ് തന്നെ പറയാം. അടുത്ത പോയിന്റ് നോക്കാം. അസ്ഥികളെ വളർച്ചാഘട്ടത്തിൽ ബലപ്പെടുത്തുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? അസ്ഥികളെ വളർച്ചാഘട്ടത്തിൽ ബലപ്പെടുത്തുന്ന ലോഹങ്ങളാണ് കാൽസ്യവും ഫോസ്ഫറസും. ഏതൊക്കെയാണ്? കാൽസ്യവും ഫോസ്ഫറസും. അപ്പോൾ കാൽസ്യവും ഫോസ്ഫറസും അടങ്ങിയ ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ എപ്പോൾ കഴിക്കേണ്ടത്? വളർച്ചാ കാലഘട്ടത്തിൽ എന്ത് ചെയ്യേണ്ടത്? കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ അസ്ഥികളെ വളർച്ചാ കാലഘട്ടത്തിൽ ബലപ്പെടുത്തുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യവും ഫോസ്ഫറസുമാണ്. ഓർത്ത് വയ്ക്കുക. ഇനി അസ്ഥികളിലെ പ്രധാന പ്രോട്ടീൻ, അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പ്രോട്ടീൻ ഏതാണ്? അതാണ് കൊളാജൻ. ഏതാണ്? കൊളാജൻ. അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പ്രോട്ടീൻ ഏതാണെന്ന് വെച്ചാൽ ഏതാണ് ഉത്തരം പറയുന്നത്? കൊളാജൻ ആണ്. കൊളാജൻ. അപ്പോൾ അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി, അസ്ഥികളിലെ അടിസ്ഥാന ഘടകം ഓസ്റ്റിയോസൈറ്റ്സ്, ഓസ്റ്റിയോബ്ലാസ്റ്റ്, കലകളെ അസ്ഥികൾ ഉൾപ്പെടുന്ന കല ഏതാണെന്ന് വെച്ചാൽ അത് യോജക കലയാണ്. അസ്ഥികളെ ആവരണം ചെയ്തിരിക്കുന്നത് പെരി ഓസ്റ്റിയം കൊണ്ടാണ്. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകളും, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതെന്നോ അല്ലെങ്കിൽ അസ്ഥികളെയും സന്ധികളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതെന്നോ ചോദിച്ചാൽ ഏതാണ്? സ്നായുക്കൾ അഥവാ ലിഗമെൻസ് ആണ്. ഓക്കെ, അസ്ഥികളിലെ പ്രധാന ഘടക ലോഹമാണ് കാൽസ്യം എന്ന് പറയുന്നത്. ഘടക സംയുക്തങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും ആണ്. 80% കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. അസ്ഥികളെ വളർച്ചാ കാലഘട്ടത്തിൽ ബലപ്പെടുത്തുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് കാൽസ്യവും ഫോസ്ഫറസും ആണ്. അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രോട്ടീൻ ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ്? കൊളാജൻ ആണ്. കൊളാജൻ. അസ്ഥി വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ലോഹങ്ങളെക്കുറിച്ചും മൂലകത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ഇനി അസ്ഥി വളർച്ചയ്ക്ക് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അസ്ഥി വളർച്ചയ്ക്ക് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി ആണ് അസ്ഥി വളർച്ചയ്ക്ക് സഹായിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത്. ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി. അസ്ഥി വികാസങ്ങൾക്ക് സഹായിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അസ്ഥി വികാസങ്ങൾക്ക് സഹായിക്കുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് അഥവാ അന്തസ്രാവി ഗ്രന്ഥി ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഓക്കെ ആണല്ലോ. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് കാൽസിറ്റോണിൻ ആണ്. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? കാൽസിറ്റോണിൻ ആണ്. അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് വരുന്നത് തടയുന്ന ഹോർമോൺ. അങ്ങനെ രക്തത്തിലേക്ക് കടക്കുന്നത് തടഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കപ്പെടുന്നത്. അതിനെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? കാൽസിറ്റോണിൻ ആണ്. കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോക്സിനും കാൽസിറ്റോണിനുമാണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ കാൽസ്യം സംഭരിക്കാൻ സഹായിക്കുന്ന, അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കാൽസിറ്റോണിനാണ്. എങ്ങനെയാണ് അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കപ്പെടുന്നത്? അസ്ഥികളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് തടഞ്ഞുകൊണ്ടാണ് കാൽസ്യം അസ്ഥികളെ സംഭരിച്ച് തന്നെ വെക്കുന്നത്. അതിന് സഹായിക്കുന്ന കാൽസിറ്റോണിനാണ്. എന്നാൽ അസ്ഥി വികാസങ്ങൾക്ക് സഹായിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് വെച്ചാൽ അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുമ്പോൾ നമ്മൾ
വളർച്ചാ ഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രന്ഥി, അതായത് നമ്മുടെ ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്ന ഗ്രന്ഥിയാണ് ഏത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അസ്ഥി വികാസങ്ങൾക്ക് സഹായിക്കുന്ന ഗ്രന്ഥി ഏത് വരുന്നത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി വരുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ വിറ്റാമിൻ ഡി ആണ് അസ്ഥി വളർച്ചയ്ക്ക് സഹായിക്കുന്ന വൈറ്റമിൻ നമ്മൾ പറഞ്ഞില്ലേ. ഈ വിറ്റാമിൻ ഡി ലഭിക്കുന്നത് നമുക്ക് എവിടെ നിന്നാണ്? പ്രധാനമായിട്ടും സൺലൈറ്റിൽ നിന്നാണ് വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. പിന്നെ മുട്ട, കൊഴുപ്പടങ്ങിയ മത്സ്യങ്ങൾ, അതായത് മത്തി, അയല തുടങ്ങിയ മത്സ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ചെറിയ അളവിൽ വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും വൈറ്റമിൻ ഡിയുടെ സ്രോതസ് ഏതാണ്? അത് സൂര്യപ്രകാശം തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അസ്ഥി വളർച്ചയ്ക്ക് സഹായിക്കുന്ന വൈറ്റമിൻ ഡി, അസ്ഥി വികാസങ്ങൾക്ക് സഹായിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥി. ഓക്കെ ആണല്ലോ. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഹോർമോൺ കാൽസിറ്റോണിനാണ്. ഓക്കെ, അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് വരുന്നത് തടയുന്ന ഹോർമോണാണ് ഏത്? കാൽസിറ്റോണിൻ. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ ഏതാ? അത് പാരാത്തോർമോണാണ്. ഓക്കെ, അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കാൻ സഹായിക്കുന്ന കാൽസിറ്റോണിനും അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ ഏതാണ്? അത് പാരാത്തോർമോണുമാണ്. ഓക്കെ ആണല്ലോ. ഇനി മുതിർന്നവരിൽ അസ്ഥി ബലക്ഷയം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മുതിർന്നവരിലെ അസ്ഥി ബലക്ഷയത്തിന് കാരണം അസ്ഥികളിൽ നിന്ന് കാൽസ്യത്തെ പുനരാകിരണം ചെയ്യുന്നത് മൂലമാണ്. അസ്ഥികളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന കാൽസ്യത്തെ എന്ത് ചെയ്യുന്നു? പുനരാകിരണം ചെയ്ത് കൂടുതൽ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്? മുതിർന്നവരിലെ അസ്ഥി ബലക്ഷയത്തിന് കാരണം. ഓക്കെ, മുതിർന്നവരിലെ അസ്ഥി ബലക്ഷയത്തിന് കാരണം എന്താണ്? അസ്ഥികളിൽ നിന്ന് കാൽസ്യത്തെ പുനരാകിരണം ചെയ്യുന്നതാണ്. ഇനി കുട്ടികളിലെ അസ്ഥി ബലക്ഷയത്തിന് കാരണം എന്താണ്? കുട്ടികളിലെ അസ്ഥി ബലക്ഷയത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ നിക്ഷേപം കുറയുന്നത് മൂലമാണ് കേട്ടോ. കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ നിക്ഷേപം കുറയുന്നത് മൂലമാണ് എന്ത് ചെയ്യുന്നത്? കുട്ടികളിൽ അസ്ഥി ബലക്ഷയം ഉണ്ടാകുന്നത്. ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റിലേക്ക് പോകാം. നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 300 കേട്ടോ. 300. ജനിക്കുന്ന സമയത്ത് കുട്ടികളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 300. പിന്നീട് വളർച്ചാഘട്ടം കഴിയും തോറും എന്ത് ചെയ്യുന്നുണ്ട്? ഈ അസ്ഥികളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ പ്രായപൂർത്തിയായ മനുഷ്യനിലുള്ള അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 206. നവജാത ശിശുക്കളിൽ അസ്ഥികളുടെ എണ്ണം 300ഉം പ്രായപൂർത്തിയായ മനുഷ്യരിൽ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. പല അസ്ഥികളും കൂടി ചേർന്ന് പിന്നീട് ഒരൊറ്റ അസ്ഥിയായിട്ടൊക്കെ മാറിയിട്ടാണ് ഈ എണ്ണത്തിൽ വ്യത്യാസം വരുന്നത്, എണ്ണത്തിൽ കുറവ് വരുന്നത്. ഓക്കെ, അങ്ങനെ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ എത്ര അസ്ഥി ഉണ്ടെന്ന് പറഞ്ഞു? 206 അസ്ഥികളാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ 206 അസ്ഥികൾ. അപ്പോൾ ഈ 206 അസ്ഥികളെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. എങ്ങനെയാണ്? രണ്ടായിട്ട്. ഒന്ന് അക്ഷാസ്ഥി കൂടത്തിൽ ഉൾപ്പെടുന്നവയും രണ്ട് അനുബന്ധാസ്ഥി കൂടത്തിൽ ഉൾപ്പെടുന്നവയും. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ സ്കെൽറ്റൻ, നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ അസ്ഥികൂടത്തെ നമ്മൾ രണ്ട് പാർട്ടാക്കി മാറ്റുവാണെങ്കിൽ ഒന്ന് അക്ഷാസ്ഥി കൂടവും മറ്റൊന്ന് അനുബന്ധാസ്ഥി കൂടമാണ്. അക്ഷാസ്ഥി കൂടം അഥവാ ആക്സിയൽ സ്കെൽറ്റൻ, അനുബന്ധാസ്ഥി കൂടം അഥവാ അപ്പെൻഡിക്കുലാർ സ്കെൽറ്റൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ആക്സിയൽ സ്കെൽറ്റൻ അഥവാ അക്ഷാസ്ഥി കൂടത്തിൽ ഉൾപ്പെടുന്ന അസ്ഥികളുടെ എണ്ണം 80. ഓക്കെ, അക്ഷാസ്ഥി കൂടത്തിൽ എത്ര അസ്ഥികളുണ്ട്? 80 അസ്ഥികളുണ്ട്. അനുബന്ധാസ്ഥി കൂടത്തിലാണെങ്കിൽ എത്ര അസ്ഥികളാണുള്ളത്? അനുബന്ധാസ്ഥി കൂടത്തിൽ 126 അസ്ഥികളാണുള്ളത്. ഓക്കെ, ശരീരത്തിൻ്റെ ഒരു ചട്ടക്കൂടായിട്ട് പ്രവർത്തിക്കുന്നത് അസ്ഥികൾ ഉൾപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? അക്ഷാസ്ഥി കൂടമാണ്. ഓക്കെ, ശരീരത്തിൻ്റെ ചട്ടക്കൂടായി പ്രവർത്തിക്കുന്ന അസ്ഥികൾ ഉൾപ്പെടുന്നത് ഏതിലാണ്? അക്ഷാസ്ഥി കൂടത്തിലാണ്. സഞ്ചാരത്തിന് സഹായിക്കുന്ന അസ്ഥികൾ ഉൾപ്പെടുന്നതാണ് അനുബന്ധാസ്ഥി കൂടം. ഓക്കെ, ശരീരത്തിൻ്റെ ചട്ടക്കൂടായി പ്രവർത്തിക്കുന്നത്, അക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്? അക്ഷാസ്ഥി കൂടമാണ്. സഞ്ചാരത്തിന് സഹായിക്കുന്ന അസ്ഥികൾ ഉൾപ്പെടുന്നതാണ് ഏത്? അനുബന്ധാസ്ഥി കൂടം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അക്ഷാസ്ഥി കൂടവും അനുബന്ധാസ്ഥി കൂടവും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഹ്യൂമൻ സ്കെൽറ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അക്ഷാസ്ഥി കൂടത്തിൽ 80 അസ്ഥികളുണ്ടെന്ന് പറഞ്ഞു. ഈ അക്ഷാസ്ഥി കൂടം എന്തൊക്കെയാണ്? അക്ഷാസ്ഥി കൂടത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് തലയോട്, മാറല്, നട്ടെല്ല്, വാരിയെല്ല് എന്നിവ ചേരുന്നതാണ് നമ്മുടെ അക്ഷാസ്ഥി കൂടം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? തലയോട്, നട്ടെല്ല്, മാറല്, വാരിയെല്ല് എന്നിവ ചേരുന്നതാണ് ഏതെന്ന് പറയുന്നത്? അക്ഷാസ്ഥി കൂടം. അപ്പോൾ ഈ അക്ഷാസ്ഥി കൂടത്തിലെ 80 അസ്ഥികൾ ഓരോന്ന് എത്ര എണ്ണം വീതമാണ് ഓരോ സ്ഥലത്തും എന്ന് നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. അക്ഷാസ്ഥി കൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള തലയോടിൽ ഉൾപ്പെടുന്ന അസ്ഥികൾ 29. എത്ര അസ്ഥികളാണ് തലയോട്ടിലുള്ളത്? 29 അസ്ഥികളാണ് തലയോടിലുള്ളത്. മാറല്ലെന്ന് പറയുന്നത് എന്താണ്? ഒരു അസ്ഥിയാണ് മാറല്ലെന്ന് പറയുന്നത്. എത്ര അസ്ഥിയാണ്? ഒരസ്ഥിയാണ് മാറല്. നട്ടെല്ല് 26 അസ്ഥികൾ ചേരുന്നതാണ് ഏത്? നട്ടെല്ലെന്ന് നമ്മൾ പൊതുവെ പറയുന്നത്. 26 ചെറു അസ്ഥികൾ ചേരുന്നതാണ് ഏത്? നട്ടെല്ല്. 24 അസ്ഥികൾ ചേരുന്നതാണ് വാരിയെല്ല്.
അക്ഷാസ്ഥികൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള തലയോട് 29 അസ്ഥികൾ, മാറല് 1 അസ്ഥി, നട്ടല് 26 അസ്ഥികൾ, വാരിയല് 24 അസ്ഥികൾ, അങ്ങനെ 80 അസ്ഥികൾ ഉൾപ്പെടുന്നതാണ് അക്ഷാസ്ഥികൂടം. ഇനി അനുബന്ധാസ്ഥികൂടത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ 126 അസ്ഥികളാണ് അനുബന്ധാസ്ഥികൂടത്തിലുള്ളത്. എത്ര അസ്ഥികളുണ്ട്? 126 അസ്ഥികൾ. അതിൽ കൈകളിൽ 60 അസ്ഥികൾ, കാലുകൾ 60 അസ്ഥികൾ, തോളല് 4 അസ്ഥികൾ, ഇടുപ്പല് 2 അസ്ഥികൾ. അപ്പോൾ അനുബന്ധാസ്ഥികൂടത്തിൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിക്കണം. അനുബന്ധാസ്ഥികൂടം എപ്പോഴും പറയുമ്പം ജോഡിയാണ് കേട്ടോ, ഒരു ജോഡി അസ്ഥികൾ ഉൾപ്പെടുന്നതാണ് അനുബന്ധാസ്ഥികൂടം. അപ്പോൾ കൈകളിൽ 60 അസ്ഥികൾ എന്ന് പറയുമ്പോൾ നമുക്ക് 2 കൈകളുണ്ടല്ലേ, അപ്പോൾ നമുക്ക് ഒരു ജോഡിയായിട്ട് കണക്കാക്കാം. അങ്ങനെ 2 കൈകളിലെയും കൂടി അസ്ഥികളാണ് എത്ര? 60. അങ്ങനെയാണെങ്കിൽ ഒരു കയ്യിൽ എത്ര അസ്ഥി വരും? 30 അസ്ഥികൾ ഉൾപ്പെടുന്നതാണ് ഒരു കൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാലുകൾ 60 അസ്ഥികൾ, അങ്ങനെയാണെങ്കിൽ ഒരു കാലിൽ എത്ര അസ്ഥികൾ ഉണ്ടാവും? 30 അസ്ഥികൾ ഉണ്ടാവും. ഇനി തോളല് നമുക്ക് 2 തോൾ വലയങ്ങളുണ്ടല്ലേ, അപ്പോൾ തോളല് 4 എന്ന് പറയുമ്പോൾ ഒരു തോൾ വലയത്തിൽ ഉൾപ്പെടുന്ന അസ്ഥികൾ എത്രയാണ്? 2 അസ്ഥികളാണ്. ഇടുപ്പല് 2 വശത്തുമായിട്ട് ഇടുപ്പുകളിൽ ഓരോ എല്ല് വീതം, അങ്ങനെ എത്ര എല്ല്? ഇടുപ്പല് 2 അസ്ഥികൾ ഉൾപ്പെടുന്നതാണ് ഇടുപ്പല്ല് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കൈകൾ 60 അസ്ഥികൾ, കാലുകൾ 60 അസ്ഥികൾ, തോളല് 4, ഇടുപ്പല് 2, ഇങ്ങനെയാണ് അസ്ഥികളുടെ എണ്ണം വരുന്നത്. അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം ക്ലിയർ ആയല്ലോ. അപ്പോൾ അക്ഷാസ്ഥികൂടത്തിൽ തലയോട് 29, മാറല് 1, നട്ടെല്ല് 26, വാരിയല് 24. അനുബന്ധാസ്ഥികൂടത്തിൽ 126 അസ്ഥികളാണ്. കൈകൾ 60, കാലുകൾ 60, തോളല് 4, ഇടുപ്പല് 2. അവിടുത്തെ ഒരു കാര്യം ആലോചിച്ചോളണം. എങ്ങനെയാണ്? നമ്മുടെ കൈകൾ 60 എന്ന് പറയുമ്പോൾ 2 കൈകളിലും കൂടിയാണ് 60 അസ്ഥികൾ എന്ന് പറയുന്നത്. കാലുകൾ 60 എന്ന് പറയുമ്പോൾ 2 കാലുകളിലുമാണ് 60 അസ്ഥികൾ എന്ന് പറയുന്നത്. തോളിൽ 4 എന്ന് പറയുമ്പോൾ ഒരു തോളിൽ എത്ര അസ്ഥിയാണ്? ഒരു തോളിൽ 2 അസ്ഥിയാണ് വരുന്നത്. ഇടുപ്പല് 2 എന്ന് പറയുമ്പോൾ ഇരുവശത്തുമായിട്ട് 2 അസ്ഥികൾ. അത് ക്ലിയർ ആയിട്ട് ആലോചിച്ച് വെച്ചേക്കാം. ഇനി നമുക്ക് തലയോടിൽ വരുന്ന 29 അസ്ഥികളുടെ കാര്യം പറഞ്ഞല്ലേ. എങ്ങനെയാണ് തലയോടിലാകെ 29 അസ്ഥികളാകുന്നതെന്ന് വെച്ചാൽ, മുഖം 14 അസ്ഥികൾ ചേരുന്നതാണ് നമ്മുടെ മുഖം എന്ന് പറയുന്നത്. എത്ര അസ്ഥികളാണ്? 14 അസ്ഥികളോട് കൂടിയ മുഖം. 8 അസ്ഥികൾ കപാലത്തിൽ ഉൾപ്പെടുന്നു. ചെവി 6 അസ്ഥികൾ, ഹയോയിഡ് 1 അസ്ഥി. നോക്ക്, 14 അസ്ഥികൾ ചേരുന്നതാണ് നമ്മുടെ മുഖം എന്ന് പറയുന്നത്. കപാലം, നമ്മളെ തലയോട്ടി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ കപാലം എന്ന് പറയുന്ന എത്ര അസ്ഥികളാണ്? 8 അസ്ഥികൾ ചേർന്നാണ് എന്തെന്ന് പറയുന്നത്? കപാലം എന്ന് പറയുന്നത്. ചെവി എത്ര അസ്ഥികളാണ്? 6 അസ്ഥികൾ. അപ്പോൾ നമുക്ക് ചെവി 6 അസ്ഥികൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കുക. ചെവി എന്ന് പറയുമ്പോൾ ഇരുവശത്തും ഉണ്ട്. അപ്പോൾ ഇരുവശത്തും 3 അസ്ഥികൾ വീതം, ഒരു ചെവിയിൽ 3 അസ്ഥി. ഏതൊക്കെയാണ്? നമുക്കത് സ്ഥിരമായിട്ട് അറിയാവുന്നേ, കുഞ്ഞുനാൾ മുതലേ അറിയാവുന്നേ. ഏതാ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ്, അങ്ങനെ 3 അസ്ഥികൾ ചേരുന്നതാണ് ഒരു ചെവി എന്ന് പറയുന്നത്. അപ്പോൾ 2 ചെവിയിലും കൂടി എത്ര അസ്ഥികൾ? 6 അസ്ഥികൾ. പിന്നെയുള്ളൊരു അസ്ഥിയാണ് ഏതെന്ന് പറയുന്നത്? പിന്നീടുള്ളൊരു ബോണാണ് ഏത്? ഹയോയിഡ് ബോൺ. ഓക്കെ, അതൊക്കെ എന്താണ് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ എന്താണ് പറയുന്നത്? മുഖം 14 അസ്ഥി, കപാലം 8 അസ്ഥി, ചെവി 6 അസ്ഥി, ഹയോയിഡ് 1 അസ്ഥി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ തലയോടിലെ 29 അസ്ഥികളുടെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മുടെ മേൽത്താടിയെല്ലും കീഴ്ത്താടിയെല്ലും കേട്ടോ. മേൽത്താടിയെല്ല് അറിയപ്പെടുന്ന മാക്സില്ല എന്നും കീഴ്ത്താടിയെല്ല് മാൻഡിബിൾ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മാക്സില്ലയൊക്കെ എന്താണ്? നമ്മുടെ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. മാക്സില്ല എന്നറിയപ്പെടുന്ന ശരീരഭാഗം ഏതാണത്? മേൽത്താടിയെല്ലാണ്. മേൽത്താടിയെല്ല് മാക്സില്ല, കീഴ്ത്താടിയെല്ല് മാൻഡിബിൾ. മാൻഡിബിളിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. മാൻഡിബിളിൻ്റെ പ്രത്യേകത എന്താണ്? തലയോട്ടിയിലെ ചലനശേഷിയുള്ള ഏക അസ്ഥിയാണ് ഏതെന്ന് പറയുന്നത്? കീഴ്ത്താടിയെല്ല് അഥവാ മാൻഡിബിൾ എന്ന് പറയുന്നത്. തലയോട്ടിയിലെ ചലനശേഷിയുള്ള ഏക അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല് അഥവാ മാൻഡിബിൾ. തലയോട്ടിയിലെ ഏറ്റവും ബലമുള്ള അസ്ഥി ഏതാണെന്ന് ചോദിച്ചാലും അത് ഏതാണ്? അത് മാൻഡിബിൾ ആണ് കേട്ടോ. കീഴ്ത്താടിയെല്ല് അഥവാ മാൻഡിബിൾ ആണ് തലയോട്ടിയിലെ ഏറ്റവും ബലമുള്ള അസ്ഥി. തലയോട്ടിയിലെ ചലനശേഷിയുള്ള ഏക അസ്ഥി, തലയോട്ടിയിലെ ഏറ്റവും ബലമുള്ള അസ്ഥി, രണ്ടിൻ്റെയും ആൻസർ എന്താണ്? കീഴ്ത്താടിയെല്ല് അഥവാ മാൻഡിബിൾ ആണ്. ഇനി ചെവിയിലെ അസ്ഥികൾ നമ്മൾ നേരത്തെ പറഞ്ഞു, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നിങ്ങനെ 3 അസ്ഥികളാണ് ചെവിയിലുള്ളതെന്ന് പറഞ്ഞല്ലേ. ഇവിടെയൊക്കെ പ്രത്യേകതകളും കൂടി നമുക്കൊന്ന് നോക്കാം അല്ലേ. ചുറ്റികയുടെ ആകൃതിയിലുള്ള അസ്ഥിയാണ് മാലിയസ് എന്ന് പറയുന്നത്. എന്താണ്? ചുറ്റികയുടെ ആകൃതിയിലുള്ള അസ്ഥിയാണ് മാലിയസ്. നമ്മൾ മറന്നു പോയിരിക്കാം, മാല ചുറ്റി എന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. മാല ചുറ്റി, മാലിയസ് ചുറ്റികയുടെ ആകൃതിയാണ്. ഓക്കെ, ഇൻകസ് കുടക്കല്ലിൻ്റെ ആകൃതിയാണ്. കുടക്കല്ലിൻ്റെ ആകൃതിയാണ് ഏതിന്? ഇൻകസിനുള്ളത്. സ്റ്റേപ്പീസിന് കുതിരസവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയാണ് സ്റ്റേപ്പീസിന്. കുതിരസവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയാണ് സ്റ്റേപ്പീസിന്.
കുടക്കല്ലിൻ്റെ ആകൃതിയാണ് ഇൻകസ്, ചുറ്റികയുടെ ആകൃതിയിലുള്ള ചെവിയിലെ അസ്ഥിയാണ് ഏത്? മാലിയസ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറുതും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണത്? സ്റ്റേപ്പീസ് ആണ്. ഏറ്റവും ചെറിയ അസ്ഥിയെന്നോ ഏറ്റവും ഭാരം കുറഞ്ഞ അസ്ഥിയെന്നോ ചോദിച്ചാൽ ഏത് പറയാം? നമുക്ക് സ്റ്റേപ്പീസ് പറയാം. എവിടെ? ചെവിയിലെ അസ്ഥിയിലെ സ്റ്റേപ്പീസ് പറയാം. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ചെവിയിലെ അസ്ഥികൾ കാണുന്ന ഭാഗം എവിടെയാണ്? മധ്യകർണത്തിലാണ്. ചെവിക്ക് 3 ഭാഗങ്ങളാണുള്ളത് അല്ലേ? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അതിൽ മധ്യകർണത്തിലാണ് ചെവിയിലെ അസ്ഥികൾ കാണപ്പെടുന്നത്. അസ്ഥി ശൃംഖല എവിടെ കാണപ്പെടുന്നത്? ചെവിയിലെ മധ്യകർണത്തിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഹയോയിഡ് എന്നൊരു അസ്ഥിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, തലയോടിൽ 29 അസ്ഥികളിൽ ഒരു അസ്ഥി ഹയോയിഡ് ആണെന്ന് പറഞ്ഞു. എന്താണ് ഹയോയിഡ് എന്ന അസ്ഥിയുടെ ആകൃതി? കുതിരലാടത്തിൻ്റെ ആകൃതിയിലുള്ള അസ്ഥിയാണ് ഹയോയിഡ്. മറ്റൊരു രീതിയിലും പറയാറുണ്ട് യു ആകൃതിയിലുള്ള അസ്ഥിയാണെന്ന്. അപ്പോൾ കുതിര സവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതി ആർക്കാണ്? അത് സ്റ്റേപ്പീസ് എന്ന ചെവിയിലെ അസ്ഥിക്കാണ്. എന്നാൽ കുതിരലാടത്തിൻ്റെ ആകൃതിയുള്ള അസ്ഥിയാണ് ഹയോയിഡ്, അല്ലെങ്കിൽ യു ആകൃതിയിലുള്ള അസ്ഥിയാണ് ഏതെന്ന് പറയുന്നത്? ഹയോയിഡ്. എവിടെയാണ് ഹയോയിഡ് എന്ന അസ്ഥി കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ നാക്ക് ആരംഭിക്കുന്ന ഭാഗത്ത് കാണപ്പെടുന്ന അസ്ഥിയാണ് ഏത്? ഹയോയിഡ്. നാക്ക് ആരംഭിക്കുന്ന ഭാഗത്തെ അസ്ഥിയാണ് ഏത്? ഹയോയിഡ്. മറ്റ് അസ്ഥികളുമായിട്ടൊന്നും ബന്ധമില്ലാതെ നിൽക്കുന്ന ഒരു അസ്ഥിയാണ് ഏത്? ഹയോയിഡ് എന്ന് പറയുന്നത്. തലയോട്ടിലെ മറ്റ് അസ്ഥികളുമായിട്ടൊന്നും ബന്ധമില്ലാതെ നിൽക്കുന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അസ്ഥിയാണ് ഏത്? ഹയോയിഡ്. ജോഡിയൊന്നുമില്ല അല്ലേ, ഒറ്റ അസ്ഥിയേ ഉള്ളൂ. ഹയോയിഡ് എന്ന് പറയുന്ന ഒരൊറ്റ അസ്ഥിയാണ്. അപ്പോൾ ആ ഹയോയിഡ് എന്ന അസ്ഥിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കുതിരലാടത്തിൻ്റെ ആകൃതിയിലുള്ള അസ്ഥിയാണ്, അല്ലെങ്കിൽ യു ആകൃതിയിലുള്ള അസ്ഥിയാണ് ഹയോയിഡ്. നാക്ക് ആരംഭിക്കുന്ന ഭാഗത്തെ അസ്ഥിയാണ് ഹയോയിഡ്. മറ്റ് അസ്ഥികളുമായി ബന്ധമില്ലാതെ നിൽക്കുന്ന അസ്ഥിയാണ് ഏത്? ഹയോയിഡ് എന്ന് പറയുന്ന അസ്ഥി. അപ്പോൾ മുഖത്ത് 14, കപാലം 8, ചെവി 6, ഹയോയിഡ് 1, അങ്ങനെ തലയോടിലെ 29 അസ്ഥികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി വരുന്നത് മാറലാണ്. മാറൽ അഥവാ സ്റ്റേണം എന്ന് പറയും അല്ലേ? മാറൽ അഥവാ സ്റ്റേണം. എത്ര അസ്ഥിയുണ്ട്? ഒരസ്ഥിയുള്ളൂ. അത് നമുക്ക് പ്രത്യേകിച്ച് ഇനി പറയാനില്ല, വിശദീകരിക്കാനില്ല. ഇവിടെ കാണപ്പെടുന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മാറൽ അഥവാ സ്റ്റേണം എത്ര അസ്ഥിയാണ്? ഒരസ്ഥിയാണ്. പിന്നെ വരുന്നതാണ് നട്ടെല്ല്. നട്ടെല്ലിന് എത്ര അസ്ഥികളുണ്ട്? നട്ടെല്ലിൽ 26 അസ്ഥികളാണ് നട്ടെല്ലിലുള്ളത്. നട്ടെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? 26 അസ്ഥികളാണുള്ളത്. ശരീരത്തെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്ന അസ്ഥിയാണ് നട്ടെല്ല്. നട്ടെല്ലിന് എന്തിനാണ് സഹായിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ മനുഷ്യ ശരീരത്തെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന അസ്ഥിയാണ് ഏതെന്ന് പറയുന്നത്? നട്ടെല്ലെന്ന് പറയുന്നത്. നട്ടെല്ലിലെ ചെറിയ അസ്ഥികൾ നട്ടെല്ലിൽ കാണപ്പെടുന്ന ചെറിയ അസ്ഥികളെ നമ്മൾ എന്തെന്ന് പറയും? കശേരുക്കൾ എന്ന് പറയും. നട്ടെല്ലിൽ കാണപ്പെടുന്ന ചെറിയ അസ്ഥികളെ എന്തെന്ന് പറയും? കശേരുക്കൾ അഥവാ വെർട്ടിബ്ര എന്ന് പറയും. വെർട്ടിബ്ര. ഓക്കെ, നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 26 ആണ്. 26. നമ്മൾ നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 26. ആ നട്ടെല്ലിലെ ഓരോ ചെറിയ അസ്ഥികളെയും പറയുന്നതാണ് എന്ത്? കശേരുക്കൾ. നമ്മൾ PSC മുമ്പ് കശേരുക്കളുടെ എണ്ണം 33 എന്ന രീതിയിൽ ആൻസർ തന്നിട്ടുണ്ട് കേട്ടോ. അത് ശരിക്കും കുട്ടികളിലാണ്. കുട്ടികളിൽ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 33 ആണ്. അത് പിന്നീട് കൂടിച്ചേർന്നൊക്കെയാണ് മുതിർന്ന പ്രായപൂർത്തിയായി കഴിയുമ്പോൾ എത്രയായിട്ട് മാറുന്നത്? 26 ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ എത്രയാണ്? ആൻസർ 26 ആണ്. 26. നട്ടെല്ലിലെ ഓരോ കശേരുവിൻ്റെയും ഇടയിലുള്ള പൊള്ളയായ ഭാഗത്ത് ആണ് എന്ത് കാണപ്പെടുന്നത്? സുഷുമ്നാ നാളി കാണപ്പെടുന്നത്. അപ്പം നട്ടെല്ലിലെ ഓരോ കശേരുവിൻ്റെയും ഇടയിലുള്ള പൊള്ളയായ ഭാഗമാണ് എന്ത്? സുഷുമ്നാ നാളി എന്ന് പറയുന്നത്. നട്ടെല്ലിലെ ഓരോ കശേരുവിൻ്റെയും 26 കശേരുവിൻ്റെയും ഇടയിൽ എന്തുണ്ട്? പൊള്ളയായ ചെറിയ ഭാഗങ്ങളുണ്ട്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? സുഷുമ്നാ നാളി എന്ന് പറയും. ന്യൂറൽ കനാൽ അഥവാ സുഷുമ്നാ നാളി എന്ന് പറയും. നട്ടെല്ലിനുള്ളിൽ സുഷുമ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് ഈ സുഷുമ്നാ നാളി. ഈ സുഷുമ്നാ നാളിക്കുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ സുഷുമ്ന കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നട്ടെല്ലിൽ 26 അസ്ഥികൾ അല്ലെങ്കിൽ 26 കശേരുക്കൾ ചേരുന്നു. ശരീരത്തെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന അസ്ഥിയാണ് നട്ടെല്ല്. നട്ടെല്ലിലെ ചെറിയ അസ്ഥികളെ നമ്മൾ കശേരുക്കൾ അഥവാ വെർട്ടിബ്ര എന്ന് പറയും. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 26 ആണ്. കുട്ടികളിലാണെങ്കിൽ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 33 ആണ്. നട്ടെല്ലിലെ ഓരോ കശേരുവിൻ്റെയും ഇടയിലുള്ള പൊള്ളയായ ഭാഗമാണ് സുഷുമ്നാ നാളി. ഈ സുഷുമ്നാ നാളിക്കുള്ളിലാണ് എന്ത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? സുഷുമ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയും പോയിന്റുകൾ ക്ലിയർ ആയല്ലോ. അങ്ങനെ 26 കശേരുക്കൾ അഥവാ 26 ചെറിയ അസ്ഥികൾ ചേർന്നാണ് നമ്മുടെ എന്ത് രൂപപ്പെട്ടതെന്ന് പറഞ്ഞു? നട്ടെല്ല് രൂപപ്പെട്ടതെന്ന് പറഞ്ഞു അല്ലേ? നട്ടെല്ല് അഥവാ എന്താ പറയുന്നത്? വെർട്ടിബ്ര അല്ലെങ്കിൽ നട്ടെല്ല്. വെർട്ടിബ്രൽ കോളം എന്നും ഒക്കെ നമ്മൾ പറയുന്നത് എന്തിനെ തന്നെയാണ്? നട്ടെല്ലിനെ തന്നെയാണ്. അങ്ങനെ 26 അസ്ഥികൾ ചേരുന്നതാണെന്ന് പറഞ്ഞു. ഇനി ഇതിൽ ഓരോ ഭാഗത്തായിട്ടാണ് ഈ അസ്ഥികൾ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കഴുത്തിൽ, നമ്മുടെ ഔരസാശയത്തിൻ്റെ ഭാഗത്തിൽ, ഇടുപ്പിൽ, അങ്ങനെയൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ സസ്തനികളിൽ എപ്പോഴും കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എത്രയായിരിക്കും? 7 ആയിരിക്കും. സസ്തനികളിലെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. അത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സസ്തനികളിലെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 7 എണ്ണമാണ്. ഈ 7 എണ്ണം ഉൾപ്പെടുന്ന 26 എണ്ണത്തിലാണെന്നൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ.
ഇനി നമ്മുടെ നട്ടെല്ലിലെ ആദ്യ കശേരുവിനെ അറിയപ്പെടുന്ന എന്തെന്നാണ്? അറ്റ്ലസ് എന്നാണ്. അറ്റ്ലസ് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ആദ്യ കശേരുവിനെയാണ്. രണ്ടാമത്തെ കശേരുവിനെ അറിയപ്പെടുന്ന എന്തെന്നാണ്? ആക്സിസ് എന്നാണ്. ആക്സിസ്. അവസാന കശേരുവിനെ അറിയപ്പെടുന്നത് കോക്സിസ് എന്നാണ്. കോക്സിസ്. അപ്പോൾ എന്തൊക്കെയാണ്? ആദ്യ കശേരു അറ്റ്ലസ്, രണ്ടാമത്തെ കശേരു അറിയപ്പെടുന്നത് ആക്സിസ്, അവസാന കശേരു കോക്സിസ്. നമുക്ക് 26 പേര് പഠിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പറയുന്നത്. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരിക്കാൻ വേറെ ഒന്നുമില്ല. ആൽഫബറ്റ് ഓർഡർ നോക്കിയാൽ മതി. ആദ്യ കശേരു അറ്റ്ലസ് ആണ്, രണ്ടാമത്തെ കശേരു ആക്സിസ് ആണ്, അവസാന കശേരു ഏതാണ്? കോക്സിസ് ആണ്. ഓക്കെ, ആൽഫബറ്റ് ഓർഡർ അനുസരിച്ച് ആദ്യം വരുന്ന ആരാണ്? ഇപ്പം 3ലും അറ്റ്ലസ് ആണ് വരുന്നത് അല്ലേ? അറ്റ്ലസ്. രണ്ടാമത് വരുന്ന ആക്സിസ് ആണ്, അവസാനം വരുന്നത് ഏതാണ്? കോക്സിസ് ആണെന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, ഇനി നട്ടെല്ലിലെ ആദ്യ കശേരുവായ അറ്റ്ലസിനോട് ചേർന്നിരിക്കുന്ന തലയോട്ടിയിലെ അസ്ഥിയാണ് ഓക്സിപിറ്റൽ കോണ്ടൈൻ എന്ന് പറയുന്നത്. ഏതാണ്? നട്ടെല്ലിലെ ആദ്യ കശേരുവായ അറ്റ്ലസിനോട് ചേർന്നിരിക്കുന്ന തലയോട്ടിയിലെ അസ്ഥിയാണ് ഓക്സിപിറ്റൽ കോണ്ടൈൻ. ഓക്സിപിറ്റൽ കോണ്ടൈൻ അതൊന്ന് ജസ്റ്റ് ആലോചിച്ച് വെച്ചേക്കുക. ചോദിച്ചാൽ നമുക്ക് അറ്റൻഡ് ചെയ്യണമല്ലോ ആൻസർ. നോക്ക്, നട്ടെല്ലിലെ ആദ്യ കശേരുവായ അറ്റ്ലസിനോട് ചേർന്നിരിക്കുന്ന തലയോട്ടിയിലെ അസ്ഥിയാണ് ഏത്? ഓക്സിപിറ്റൽ കോണ്ടൈൻ. ഇനി നമുക്ക് നട്ടെല്ലിൻ്റെ ഭാഗങ്ങൾ നോക്കാം. ഈ കശേരുക്കളെയെല്ലാം എവിടെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. നട്ടെല്ലിന് എത്ര ഭാഗങ്ങളുണ്ട്? 5 ഭാഗങ്ങളാണുള്ളത്. നട്ടെല്ലിന് എത്ര ഭാഗങ്ങളുണ്ട്? 5 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗത്തെ നമ്മൾ സെർവിക്കിൾ എന്ന് പറയും. എന്താണ്? സെർവിക്കിൾ. ഇവിടെ ഉൾപ്പെടുന്ന കശേരുക്കളെ എന്തെന്ന് പറയും? കണ്ട കശേരുക്കൾ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കഴുത്തിലെ കശേരുക്കൾ, അതാണ് കണ്ട കശേരുക്കൾ അഥവാ സെർവിക്കിളിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. പിന്നെ വരുന്ന തൊറാസിക് ആയിട്ട് വരുന്നതാണ് ഔരസാശയ കശേരുക്കൾ. എന്താണ്? ഔരസാശയ കശേരുക്കൾ. തൊറാസിക് റീജിയനിൽ വരുന്നതാണ് ഔരസാശയ കശേരുക്കളാണ്. 12 എണ്ണമാണുള്ളത്. അടുത്ത ഭാഗം ഏതാണ്? ലംബാർ റീജിയൻ ആണ്. ലംബാർ വെർട്ടിബ്ര അല്ലെങ്കിൽ ലംബാർ റീജിയനിൽ വരുന്ന ഏതൊക്കെയാണ്? ഇടുപ്പ് കശേരുക്കളാണ് ഇവിടെ വരുന്നത്. 5 എണ്ണമാണുള്ളത്. ഇടുപ്പ് കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 5 എണ്ണം. അല്ലെങ്കിൽ ലംബാർ വെർട്ടിബ്രകളുടെ എണ്ണം എത്രയാണ്? 5 എണ്ണം. അപ്പോൾ ഇതുവരെ ആകെ എത്ര കശേരുക്കളുടെ കാര്യം പറഞ്ഞു? കണ്ട കശേരുക്കൾ അഥവാ സെർവിക്കിളിൽ വരുന്ന 7 എണ്ണം, ഔരസാശയ കശേരുക്കൾ അഥവാ തൊറാസിക് ഭാഗത്ത് വരുന്ന 12 എണ്ണം, പിന്നെ ഇടുപ്പ് കശേരുക്കളുടെ ഭാഗമായിട്ട് ലംബാറിൻ്റെ ഭാഗമായിട്ട് വരുന്ന 5 കശേരുക്കൾ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. മൊത്തത്തിൽ എത്ര കശേരുക്കളായി? 24 കശേരുക്കളായി. ഇനി 2 കശേരുക്കളും കൂടിയേ ഉള്ളൂ അല്ലേ? 2 കശേരുക്കൾ എന്ന് പറയുന്നത് ഒന്ന് സാക്രവും മറ്റൊന്ന് ഏതാണ്? കോക്സിസും ആണ്. ഏതാണ്? സാക്രവും കോക്സിസും ആണ്. ഈ സാക്രവും കോക്സിസിനും ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കകുട്ടികളുടെ കശേരുക്കളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര? 33 ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന കശേരുക്കൾ കൂടി ചേർന്നാണ് അത് എത്രയായിട്ട് മാറിയത്? 26 ആയിട്ട് മാറുന്നത്. സാക്രം എന്ന കശേരുവിൽ വരുന്നത് 5, സാക്രം എന്ന ഭാഗത്ത് വരുന്നത് ശരിക്കും 5 കശേരുക്കളായിരുന്നു. ഈ 5 കശേരുക്കൾ കൂടി ചേർന്ന് നിലവിൽ മുതിർന്നവരിൽ എത്ര കശേരുക്കളാണുള്ളത്? 1 കശേരുവായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, 5 കശേരുക്കൾ കൂടി ചേർന്നാണ് സാക്രം കാണപ്പെടുന്നത്. കോക്സിസ് എന്ന് പറയുന്നത് എത്ര കശേരുക്കൾ കൂടി ചേർന്നാണ്? 4 കശേരുക്കൾ കൂടി ചേർന്നാണ് കോക്സിസ് രൂപപ്പെടുന്നത്. കോക്സിസ് 4 കശേരുക്കൾ കൂടി ചേർന്ന് രൂപപ്പെടുന്നതാണെങ്കിലും വളരെ ചെറിയൊരു ഭാഗമാണ്. നമുക്ക് ഞാനൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓരോ പോർഷനും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, സെർവിക്കൽ വെർട്ടിബ്ര എന്ന ഭാഗത്ത് വരുന്നത് 7 കശേരുക്കളാണ്. 7 കശേരുക്കൾ. C1 മുതൽ C7 വരെ വരുന്ന ഏതാണ്? സെർവിക്കൽ വെർട്ടിബ്രയിൽ വരുന്ന കണ്ട കശേരുക്കളാണ് 7 എണ്ണം. പിന്നെ വരുന്നത് ഔരസാശയ കശേരുക്കളിൽ വരുന്ന തൊറാസിക് വെർട്ടിബ്രയിൽ വരുന്ന 12 എണ്ണമാണ് വരുന്നത്. T1 മുതൽ T12 വരെ വരുന്നുണ്ട്. ലംബാർ വെർട്ടിബ്രയിൽ വരുന്നത് 5 എണ്ണമാണ്. ഇടുപ്പ് കശേരുക്കളിൽ വരുന്നത് എത്രയാണ്? L1 മുതൽ L5 വരെയാണ് വരുന്നത്. സാക്രത്തിൽ വരുന്ന നോക്കൂ, S1 മുതൽ S5 വരെ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എത്രയേ ഉള്ളൂ? ഒരെണ്ണമേ ഉള്ളൂ കേട്ടോ. S1 മുതൽ S5 വരെ ഉള്ളത് കൂടി ചേർന്ന് സാക്രം രൂപപ്പെട്ടിരിക്കുകയാണ്. ഒരു അസ്ഥിയാണ് അവിടെ ഉള്ളത്. കോക്സിസിലും ഇതുപോലെ തന്നെയാണ്. 4 എണ്ണം കൂടി ചേർന്നിട്ടാണ് കോക്സിസ് രൂപം കൊള്ളുന്നത്. കോക്സിസിൻ്റെ നമ്മൾ പിക്ചറിൽ കൊടുക്കുമ്പോൾ ഏറ്റവും താഴെ വരുന്ന ഒരു ചെറിയ പോർഷനാണ് കോക്സിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡയഗ്രം നോക്കുമ്പോൾ സാക്രത്തിന് തൊട്ട് താഴെയായിട്ട് കൊടുത്തേക്കുന്ന ഒരു പ്ലസ് ചിഹ്നത്തിൽ കൊടുത്തേക്കുന്ന ആ ഒരു ചെറിയ പോർഷൻ അതാണ് ഏതായിട്ട് വരുന്നത്? കോക്സിസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നട്ടെല്ലിലെ 5 ഭാഗങ്ങളും വളരെ ക്ലിയർ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡയഗ്രം കൂടി ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇനി നമുക്ക് അക്ഷാസ്ഥികൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാരിയെല്ലുകൾ നോക്കാം. റിബ്സ് അഥവാ വാരിയെല്ലുകൾ. എത്ര അസ്ഥികൾ ഉൾപ്പെടുന്നതാണ് വാരിയെല്ലുകൾ എന്ന് പറയുന്നത്? 24 അസ്ഥികളാണ് എന്തിൽ ഉൾപ്പെടുന്നത്? വാരിയെല്ലുകളിൽ ഉൾപ്പെടുന്നത്. ഇവ ജോഡികളായിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ 24 അസ്ഥികൾ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ എങ്ങനെയാണ് പറയുക? 12 ജോഡി വാരിയെല്ലുകൾ എന്നാണ് പറയുന്നത്. എത്ര ജോഡി വാരിയെല്ലുകളാണ് നമുക്കുള്ളത്? 12 ജോഡി വാരിയെല്ലുകളാണുള്ളത്. ഇവ ഹൃദയം, ശ്വാസകോശം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളെയൊക്കെ പൊതിഞ്ഞ്
സംരക്ഷിക്കുന്ന എല്ലുകളാണ് ഏതെന്ന് പറയുന്നത്? ഈ വാരിയെല്ലുകൾ എന്ന് പറയുന്നത്. ഹൃദയം, ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന എല്ലുകളാണ് ഏത്? 12 ജോഡി വാരിയെല്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മാറെല്ല്, ഒരു മാറെല്ലും പിന്നെ ഏതാണ് നമ്മുടെ തൊറാസിക് കശേരുക്കൾ, നമ്മുടെ ഔരസാശയ കശേരുക്കളും പിന്നെ വാരിയെല്ലും കൂടി ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ വാരിയെല്ലിൻ കൂട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വാരിയെല്ലിൻ കൂട് എന്ന് ചോദിച്ചാൽ നമ്മുടെ നട്ടെല്ലിൻ്റെ ഭാഗമായിട്ടുള്ള തൊറാസിക് കശേരുക്കളുണ്ടല്ലോ, രണ്ടാമത്തെ ഭാഗം സെർവിക്കിൾ കഴിഞ്ഞ് തൊട്ട് താഴെ വരുന്ന തൊറാസിക് കശേരുക്കൾ, ഈ തൊറാസിക് കശേരുക്കളും മാറെല്ലും വാരിയെല്ലും കൂടി ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ വാരിയെല്ലിൻ കൂട് എന്ന് പറയുന്നത്. വാരിയെല്ലിൻ കൂട്, റിബ്സ് കേജ് എന്നറിയപ്പെടുന്നത് കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. വാരിയെല്ലും നട്ടെല്ലുമായി ചേരുന്ന ഭാഗത്തെ പ്രതലങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ബൈസെഫാലിക് എന്ന് പറയും. അപ്പം വാരിയെല്ല്, നട്ടെല്ല്, പിന്നെ ഏതാണ് മാറെല്ല്, ഇവ മൂന്നും തമ്മിൽ ബന്ധമുണ്ടെന്ന് റിബ്സ് കേജ് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഈ വാരിയെല്ല് നട്ടെല്ലുമായി ചേരുന്ന ഭാഗത്തെ പ്രതലങ്ങളെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ബൈസെഫാലിക് എന്നാണ് അറിയപ്പെടുന്നത്. ബൈസെഫാലിക്. നമുക്ക് 24 വാരിയെല്ലുകളും അവയുടെ സ്ഥാനവും എന്താണ് അവയുടെ പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ 7 ജോഡി വാരിയെല്ലുകൾ നമ്മൾ പറഞ്ഞു. 24 വാരിയെല്ല് എന്ന് പറയുമ്പോൾ 12 ജോഡി വാരിയെല്ലുകളാണുള്ളത്. അതിൽ ആദ്യ 7 ജോഡി വാരിയെല്ലുകളെ നമ്മൾ വിളിക്കുന്നത് ട്രൂ റിബ്സ് അഥവാ എന്തെന്നാണ് വിളിക്കുന്നത്? യഥാർത്ഥ വാരിയെല്ലുകളാണ്. നിങ്ങൾ ആ ചിത്രം കാണുന്നുണ്ടോ? 1 മുതൽ 7 വരെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ 7 ജോഡി വാരിയെല്ലുകളെ എന്തെന്നാണ് വിളിക്കുന്നത്? യഥാർത്ഥ വാരിയെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്, ട്രൂ റിബ്സ്. അതിനുശേഷം വരുന്ന 8, 9, 10 സ്ഥാനങ്ങളിൽ വരുന്ന ആ 3 ജോഡി വാരിയെല്ലുകളെ, 8ാമത്തെ ജോഡിയും 9ാമത്തെ ജോഡിയും 10ാമത്തെ ജോഡിയും ചേർന്ന് വരുന്ന ആ വാരിയെല്ലുകളെ എന്തെന്ന് വിളിക്കും? കപട വാരിയെല്ലുകൾ എന്ന് വിളിക്കും. എന്താണ്? കപട വാരിയെല്ലുകൾ അല്ലെങ്കിൽ ഫാൾസ് റിബ്സ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ വരുന്നത് 11, 12 ജോഡി വാരിയെല്ലുകളാണ്. 11, 12 ജോഡി വാരിയെല്ലുകളെ എന്തെന്നാണ് വിളിക്കുന്നത്? 11, 12 ജോഡി വാരിയെല്ലുകളെ എന്തെന്നാണ് വിളിക്കുന്നത്? അസ്ഥിര വാരിയെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. എന്തെന്നാണ്? അസ്ഥിര വാരിയെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 7 ജോഡി ട്രൂ റിബ്സ് അഥവാ യഥാർത്ഥ വാരിയെല്ലുകൾ, 8, 9, 10 ജോഡികൾ ഫാൾസ് റിബ്സ് അഥവാ കപട വാരിയെല്ലുകൾ, പിന്നെന്താണ് 11, 12 ജോഡി വാരിയെല്ലുകളെ എന്തെന്ന് വിളിക്കാറുണ്ട്? അസ്ഥിര വാരിയെല്ലുകൾ അഥവാ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് വിളിക്കാറുണ്ട്. എന്താണ്? ഫ്ലോട്ടിംഗ് റിബ്സ് അഥവാ അസ്ഥിര വാരിയെല്ലുകൾ. ആ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇനി എന്താണ് ഇവയുടെയൊക്കെ പ്രത്യേകതകൾ എന്ന് പറയാം. ഈ ആദ്യത്തെ 7 ജോഡി വാരിയെല്ലുകൾ എന്ന് പറയുന്നത് മാറെല്ലിനോടും തൊറാസിക് കശേരുക്കളോടും ചേർന്നിരിക്കുന്ന വാരിയെല്ലുകളാണ് ആദ്യത്തെ 7 ജോഡി വാരിയെല്ലുകൾ. ഇതിനോടൊക്കെ മാറെല്ലിനോടും തൊറാസിക് കശേരുക്കളോടും ചേർന്നിരിക്കുന്നു. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു എന്താണ് വാരിയെല്ലിൻ കൂടെന്ന് പറഞ്ഞായിരുന്നല്ലേ? എന്താ? വാരിയെല്ലും മാറെല്ലും തൊറാസിക് കശേരുക്കളും ചേർന്നറിയപ്പെടുന്നതാണ് എന്തെന്ന് പറഞ്ഞത്? വാരിയെല്ലിൻ കൂടെന്ന് പറയുന്നത്. അപ്പോൾ മാറെല്ലിനോടും തൊറാസിക് കശേരുക്കളോടും ഒക്കെ ചേർന്നിരിക്കുന്ന ഭാഗമാണ് ആദ്യത്തെ 7 ജോഡി വാരിയെല്ലുകളെന്ന് പറയുന്നത്. ഇനി കപട വാരിയെല്ലുകൾ എന്നറിയപ്പെടുന്ന 8, 9, 10 ജോഡികളുടെ പ്രത്യേകത എന്താണ്? മാറെല്ലിനോട് ഇവ നേരിട്ട് യോജിച്ച് കാണപ്പെടുന്നില്ല. മാറെല്ലിനോട് ഇവ എന്ത് ചെയ്യുന്നില്ല? നേരിട്ട് യോജിച്ച് കാണപ്പെടുന്നില്ല. എന്നാൽ ഹയാലിൻ എന്ന ഒരു തരുണാസ്ഥി മുഖേന 7ാമത്തെ ജോഡി വാരിയെല്ലുമായിട്ട് ഇതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവ മാറെല്ലിനോട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, മാറെല്ലിനോട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. എന്നാൽ ഹയാലിൻ എന്ന തരുണാസ്ഥി മുഖേന 7ാമത്തെ ജോഡി വാരിയെല്ലുമായിട്ട് ഇവയെ എന്ത് ചെയ്തിട്ടുണ്ട്? ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഫാൾസ് റിബ്സ് അഥവാ കപട വാരിയെല്ലുകൾ എന്നറിയപ്പെടുന്ന ഇവയുടെ മറ്റൊരു പേരാണ് വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന് പറയുന്നത്. എന്താണ്? വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? കപട വാരിയെല്ലുകളെയാണ്. അല്ലെങ്കിൽ 8, 9, 10 ജോഡി വാരിയെല്ലുകളെ അറിയപ്പെടുന്നതാണ് വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന് പറയുന്നത്. ഞാൻ പല ടേമുകളും ഇവിടെ ഇംഗ്ലീഷിലും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം നിങ്ങൾക്കത് കറക്റ്റ് എന്താണ് വേർഡെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മലയാളത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാണോ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പോൾ 8, 9, 10 ജോഡി വാരിയെല്ലുകളെ കപട വാരിയെല്ലുകൾ അഥവാ ഫാൾസ് റിബ്സ് എന്ന് പറയും. ഇവയ്ക്ക് മാറെല്ലിനോട് നേരിട്ട് ബന്ധമൊന്നുമില്ല. എന്നാൽ 7ാമത്തെ ജോഡി വാരിയെല്ലുമായിട്ട് ഇവ എന്ത് ചെയ്യുന്നുണ്ട്? ഹയാലിൻ എന്ന തരുണാസ്ഥി മുഖേന ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് ഹയാലിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം തരുണാസ്ഥിയാണ് കേട്ടോ. പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നുണ്ട്, ചെവിയിലും മൂക്കിലും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വാരിയെല്ലിലും എന്തുണ്ട്? ഹയാലിൻ എന്ന തരുണാസ്ഥിയുണ്ട്. ഇവ ഇവിടെ എന്താണ് ചെയ്യുന്നത്? 7ാമത്തെ ജോഡി വാരിയെല്ലുമായിട്ട് 8, 9, 10 ജോഡി വാരിയെല്ലുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, 8, 9, 10 ജോഡി വാരിയെല്ലുകളുടെ മറ്റൊരു പേരാണ് വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്നറിയപ്പെടുന്നത്. ഇനി 11, 12 ജോഡി വാരിയെല്ലുകളുടെ പ്രത്യേകത എന്താണ്? ഇവയ്ക്ക് മുൻഭാഗവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല.
അതായത് ഈ 1 മുതൽ 10 വരെയുള്ള വാരിയെല്ലുകളുമായിട്ട് ഇവയ്ക്ക് എന്തില്ല, ബന്ധമില്ല. മറ്റു വാരിയെല്ലുകളുമായിട്ടൊന്നും ബന്ധമില്ലാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവ എന്തെന്നറിയപ്പെടുന്നത്, അസ്ഥിര വാരിയെല്ലുകൾ എന്ന് വിളിക്കുന്നത്. എന്ത് വാരിയെല്ലുകൾ? അസ്ഥിര വാരിയെല്ലുകൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് വിളിക്കും. നിങ്ങൾ ആ പിക്ചർ ഒന്നും കൂടെ എടുത്ത് നോക്കിയാൽ മതി. അവ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലാസ്റ്റ് കൊടുത്തേക്കുന്ന 11-12 ജോഡി വാരിയെല്ലുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല, ഈ ബാക്കിയുള്ള വാരിയെല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. അവ മാറിയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവ തമ്മിൽ എന്തില്ല, കണക്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവ എന്തെന്നാണ് വിളിക്കുന്നത്, അസ്ഥിര വാരിയെല്ലുകൾ അഥവാ ഫ്ലോട്ടിംഗ് റിബ്സ് എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും പോയിന്റുകൾ? ഈ ടോപ്പിക്ക് കുറച്ച് പാടായിട്ടുള്ളവർ എന്ത് ചെയ്യുക, വീണ്ടും ക്ലാസ്സുകൾ ഒന്നും കൂടി കാണുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിത്രങ്ങളും കൂടിയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അക്ഷാസ്ഥികൂടത്തിലെ 80 അസ്ഥികളെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചു. ഇനി നമുക്ക് അനുബന്ധാസ്ഥികൂടം നോക്കാം. അനുബന്ധാസ്ഥികൂടത്തിൽ ആകെ എത്ര അസ്ഥികളാണുള്ളത്? 126 അസ്ഥികളാണ് അനുബന്ധാസ്ഥികൂടത്തിൽ ആകെയുള്ളത്. അതിൽ കൈകൾ 60 ഉണ്ട്, കാലുകൾ 60 ഉണ്ട്, തോളൽ എത്രയുണ്ട്? 4 തോളലുണ്ട്, ഇടുപ്പെല്ല് 2 ഉണ്ട്. അപ്പോൾ അത് 2 ഭാഗത്തായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്, കൃത്യം പകുതി വീതം എടുക്കാം. ഒരു കയ്യിൽ എത്രയാണ്? 30, ഒരു കാലിൽ എത്രയാണ്? 30, അങ്ങനെയാണ് കണക്കാക്കുക. അപ്പോൾ നമുക്ക് കൈകളിലെ 60 അസ്ഥികൾ നോക്കാം. 30 വീതം അസ്ഥികളാണ് വരുന്നത്. ഒരു കയ്യിലാകെ 30 അസ്ഥികൾ. അപ്പോൾ ഒരു കയ്യിലെ 30 അസ്ഥികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് തന്നെയാണല്ലോ 2 ഭാഗത്തും വരുന്നത്. ശരി, കൈയിലെ ആദ്യത്തെ അസ്ഥി നമുക്ക് ഏത് പറയാം? ഭുജാസ്ഥി പറയാം. ഏതാണ്? ഭുജാസ്ഥി. ഭുജാസ്ഥിയെ പറയുന്നത് എന്താണ്? ഹ്യൂമറസ് എന്നാണ് കേട്ടോ. മിക്കപ്പോഴും ജീവശാസ്ത്രത്തിൽ ടേമുകൾ ഇംഗ്ലീഷ് ചോദിച്ചിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? നമ്മുടെ പാറ്റല്ല, മുട്ടുചിരട്ട, അത് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കീഴ്ത്താടിയെല്ല് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഭുജാസ്ഥി അറിയപ്പെടുന്നത് എന്തെന്നാണ്? ഹ്യൂമറസ് എന്നാണ്. ഹ്യൂമറസ്. ഭുജാസ്ഥി എത്ര എണ്ണമാണ് ഒരു കയ്യിലുള്ളത്? ഒരെണ്ണമാണുള്ളത്. പിന്നെ വരുന്നത് കണങ്കയിലെ അസ്ഥികളാണ്. കണങ്കയിലെ അസ്ഥികൾ 2 എണ്ണമാണ് വരുന്നത്. ഏതൊക്കെയാണ്? റേഡിയസും അൾനയും. റേഡിയസ് ഒരെണ്ണം, അൾന ഒരെണ്ണം. അങ്ങനെ കണങ്കയിൽ 2 അസ്ഥികൾ, റേഡിയസ്, അൾന. പിന്നെ വരുന്നത് കൈക്കുഴയിലെ അസ്ഥികളാണ്. കൈക്കുഴയിലെ അസ്ഥികളെ നമ്മൾ മണിബന്ധത്തിലെ അസ്ഥികളെന്നും പറയാറുണ്ട് കേട്ടോ. കൈക്കുഴയിൽ എത്ര അസ്ഥികളാണുള്ളത്? 8 അസ്ഥികളാണുള്ളത്. കാർപ്പൽസ് എന്നാണ് വിളിക്കുന്നത്. കാർപ്പൽസ് എത്ര എണ്ണമാണുള്ളത്? 8 എണ്ണമാണുള്ളത്. പിന്നെ വരുന്നത് കൈപ്പത്തിയിലെ അസ്ഥികളാണ്, അഥവാ മെറ്റാകാർപ്പൽസ് ആണ്. കൈപ്പത്തിയിലെ അസ്ഥികൾ അഥവാ മെറ്റാകാർപ്പൽസ് ആണ്. എത്ര എണ്ണമാണ് വരുന്നത്? 5 എണ്ണമാണ് വരുന്നത്. 5 എണ്ണം. പിന്നെ വരുന്നത് കൈവിരലുകളാണ്. കൈവിരലുകൾ അറിയപ്പെടുന്നത് എന്തെന്നാണ്? ഫലാഞ്ചസ് എന്നാണ്. ഫലാഞ്ചസ്. കൈവിരലുകളിലെ അസ്ഥികളെ അറിയപ്പെടുന്നത് എന്തെന്നാണ്? ഫലാഞ്ചസ് എന്നാണ്. 14 അസ്ഥികളാണ് ഫലാഞ്ചസ് ആയിട്ട് വരുന്നത്. എത്ര അസ്ഥികളാണ് കൈവിരലുകളിലുള്ളത്? 14 അസ്ഥികളാണ്. അങ്ങനെ ആകെ 30 അസ്ഥികളാണ് ഒരു കയ്യിൽ വരുന്നത്. ഹ്യൂമറസ് അഥവാ ഭുജാസ്ഥി ഒരെണ്ണം, കണങ്കയിൽ വരുന്ന റേഡിയസ് അൾന, മണിബന്ധം അഥവാ കൈക്കുഴയിലുള്ള 8 കാർപ്പൽസ്, കൈപ്പത്തിയിൽ 5 മെറ്റാകാർപ്പൽസ്, വിരലുകളായിട്ട് വരുന്ന 14 ഫലാഞ്ചസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അനുബന്ധാസ്ഥികൂടത്തിലെ കൈകളിൽ വരുന്ന 30 അസ്ഥികളാണ് പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇതിലെ ആകെ അസ്ഥികൾ എത്രയാണ്? 60 എണ്ണമാണ് അല്ലേ. ഒരു കാലിൽ എത്ര അസ്ഥികൾ വരും? അപ്പോൾ 30 വരും. 30 + 30 60 അസ്ഥികളാണ് 2 കാലുകളിലുമായിട്ട് ആകെ ഉള്ളത്. അപ്പോൾ ഒരു കാലിലെ അസ്ഥികൾ എത്രയാണെന്ന് നോക്കാം. 30 എണ്ണം. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് വരുന്നത് തുടയെല്ലാണ്. തുടയെല്ല് അഥവാ ഫീമർ. തുടയെല്ലിൻ്റെ ശാസ്ത്രീയ നാമം എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. തുടയെല്ലിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഏതെന്ന് പറയുന്നത്? ഫീമർ എന്ന് പറയുന്നത്. അപ്പോൾ തുടയെല്ല് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണമാണ്. ഒരു കാലിൽ എത്ര എല്ലാണ് തുടയെല്ലിൻ്റെ ഭാഗത്ത് വരുന്നത്? 1 പിന്നെ ഏതാണ്? പാറ്റെല്ല അഥവാ മുട്ടുചിരട്ട. അപ്പോൾ തുടയെല്ല് 1, മുട്ടുചിരട്ട 1. ഓക്കെ, ഫീമർ 1, പാറ്റെല്ല 1. എല്ലാത്തിൻ്റെ ഇംഗ്ലീഷ് ടേമും കൂടെ ഓർത്ത് വെച്ചോളണം. LGS ലെവലിന് വരെ ഇംഗ്ലീഷ് ടേം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് കണങ്കാൽ എന്ന ഭാഗത്ത് വരുന്നതാണ് ടിബിയ, ഫിബുല. ഏതൊക്കെയാണ്? ടിബിയ, ഫിബുല എന്നിവ വരുന്നതാണ്. കണങ്കാലിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ടിബിയ, ഫിബുല എന്നിവ. കാൽക്കുഴയിൽ വരുന്നതാണ് ടാർസൽസ്. ടാർസൽസ് എത്ര എണ്ണമാണ്? 7 എണ്ണമാണുള്ളത്. ടിബിയ 1, ഫിബുല 1, ടാർസൽസ് എത്രയാണ്? 7 എണ്ണമാണുള്ളത്. നമ്മളിവിടെ കാർപ്പൽസ്, കൈകളുടെ കാര്യത്തിൽ കാർപ്പൽസ് പറഞ്ഞിരുന്നു. പക്ഷേ കാർപ്പൽസ് 8 എണ്ണം ഉണ്ടായിരുന്നു. ഇവിടെ ടാർസൽസ് എത്ര എണ്ണമാണുള്ളത്? 7 എണ്ണമാണുള്ളത്. പിന്നെ വരുന്നത് മെറ്റാ ടാർസൽസ് ആണ്. മെറ്റാ ടാർസൽസ് കാൽപാദത്തിൽ വരുന്ന അസ്ഥികളാണ്. എത്ര എണ്ണം ഉണ്ട്? 5 അസ്ഥികളാണ് കാൽപാദത്തിൽ വരുന്നത്. കാൽ വിരലുകളുടെ ഭാഗത്ത് വരുന്ന അസ്ഥികൾ എന്തെന്നാ പറയുന്നത്? ഫലാഞ്ചസ് എന്നാ പറയുന്നത്. ഫലാഞ്ചസ് എത്ര എണ്ണമാണ്? 14 എണ്ണമാണ്. അപ്പോൾ ടാർസൽസ്, മെറ്റാ ടാർസൽസ്, ഫലാഞ്ചസ്. ഡയഗ്രത്തിൽ കാലിലെ ഓരോ അസ്ഥികളും കാണുന്നുണ്ടല്ലോ. ഫീമർ എന്ന് പറയുന്നത് ഏതാ? തുടയെല്ലാണ്. തുടയലിൻ്റെ താഴോട്ടുള്ള ഭാഗമാണ്, താഴ്വരയുള്ള ഭാഗത്താണ് അടയാളപ്പെടുത്തിയേക്കുന്ന ഫീമർ എന്ന്. അതിനുശേഷം പാറ്റെല്ല വരുന്ന ഏതാണ്? മുട്ടുചിരട്ട. ടിബിയ, ഫിബുല. ഓക്കെ, ടിബിയ, ഫിബുല ഇതെല്ലാം ഓരോന്നാണുള്ളത്. ഓക്കെ, ഫീമർ 1, പാറ്റെല്ല 1, ടിബിയ 1, ഫിബുല 1. ഓക്കെ ആണല്ലോ. ഇനി ടാർസൽസ് വരുന്നുണ്ട്. ടാർസൽസ് വരുന്ന കാൽക്കുഴയുടെ ഭാഗത്താണ്. എത്ര എണ്ണമാണ്? 7 എണ്ണമാണുള്ളത്. കാൽപാദത്തിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ഏത്? മെറ്റാ ടാർസൽസ്. പിന്നെ കാൽ വിരലുകൾ ഏതാണ്?
ഫലാഞ്ചസ്. കൈവിരലുകളും ഫലാഞ്ചസ് 14 തന്നെയാണ്. കാൽവിരലുകളും ഫലാഞ്ചസ് എത്രണ്ണം തന്നെയാണ്? 14 തന്നെയാണ്. ബാക്കി എണ്ണങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം. ഓക്കെ, കാലുകളിലെ അസ്ഥികൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലുതും നീളമേറിയതുമായ അസ്ഥി ഏതാണ്? അത് ഫീമറാണ് കേട്ടോ, തുടയെല്ലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലുതും നീളമേറിയതുമായ അസ്ഥിയാണ് ഫീമർ അഥവാ തുടയെല്ലെന്ന് പറയുന്നത്. അപ്പോൾ കാലിലെ അസ്ഥികളുടെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് നോക്കാം? തോളെല്ല് നോക്കാം. തോളെല്ല് എത്ര എണ്ണമാണ് ഉള്ളത്? 4 എണ്ണമാണ്. 2 വശത്തുമായിട്ട് 4 എണ്ണം. എത്ര? 2 വീതം. ഓക്കെ, അപ്പോൾ ഒരു ഭാഗത്തായിട്ട് 2 എണ്ണം. ഏതൊക്കെയാണ് അസ്ഥികൾ? സ്കാപ്പുലയും ക്ലാവിക്കിളുമാണ് കേട്ടോ. ക്ലാവിക്കിൾ, സ്കാപ്പുല എന്നീ 2 അസ്ഥികളാണ് തോളെല്ലിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന ഒരു വശത്ത്. 2 കൈകളിലുമായിട്ട് എത്രയുണ്ട്? 4 എണ്ണം ഉണ്ട്. ഓക്കെ ആണല്ലോ. തോളെല്ല് 4 എണ്ണമാണ് ആകെ എണ്ണം. ഒരു വശത്തെ തോളെല്ലിലെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? 2 എണ്ണമാണ്. ഏതൊക്കെയാണ് അവ? ക്ലാവിക്കിൾ, സ്കാപ്പുല എന്നിവയാണ്. ഓക്കെ, സ്കാപ്പുലയെ അറിയപ്പെടുന്നത് ഷോൾഡർ ബ്ലേഡ് എന്നാണ്. എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഷോൾഡർ ബ്ലേഡ് എന്നറിയപ്പെടുന്ന അസ്ഥിയാണ് ഏതെന്ന് പറയുന്നത്? സ്കാപ്പുല. ഷോൾഡർ ബ്ലേഡ് എന്നറിയപ്പെടുന്ന അസ്ഥിയാണ് സ്കാപ്പുല. ഒരെണ്ണമാണ് ഉള്ളത്. ക്ലാവിക്കിളിനെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നതാണ് ക്ലാവിക്കിൾ. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത്, മനുഷ്യ ശരീരത്തിലെ ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്ന അസ്ഥി ഏതാണ്? ബോൺ ഏതാണ്? അത് ക്ലാവിക്കിൾ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ബ്യൂട്ടി ബോൺ എന്നും ഹൊറിസോണ്ടൽ ബോൺ എന്നും ലിറ്റിൽ കീ എന്നും ഒക്കെ അറിയപ്പെടുന്ന അസ്ഥിയാണ് ഏത്? ക്ലാവിക്കിൾ. അപ്പോൾ ക്ലാവിക്കിളിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ബ്യൂട്ടി ബോൺ, ഹൊറിസോണ്ടൽ ബോൺ, ലിറ്റിൽ കീ. ഓക്കെ ആണല്ലോ. സ്കാപ്പുല അറിയപ്പെടുന്നത് എന്താണ്? ഷോൾഡർ ബ്ലേഡ് എന്നാണ് കേട്ടോ. ഷോൾഡർ ബ്ലേഡ്. ആ എസ് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. ഷോൾഡർ ബ്ലേഡ്, സ്കാപ്പുല. ഓക്കെ ആണല്ലോ. ബ്യൂട്ടി ബോൺ, ഹൊറിസോണ്ടൽ ബോൺ, ലിറ്റിൽ ബോയ് എന്നൊക്കെ അറിയപ്പെടുന്ന ലിറ്റിൽ കീ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതിനെയാണ്? ക്ലാവിക്കിളിനെയാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്തത് ഇടുപ്പെല്ലാണ്. ഇടുപ്പെല്ല് ഇരുവശത്തുമായിട്ട് ആകെ 2 എണ്ണമാണ് ഉള്ളത്. ഒരു വശത്ത് ഒരെണ്ണം. ഏതാണ് ഇടുപ്പെല്ലിനെ പറയുന്നത്? എന്താണ്? പെൽവിസ് എന്നാണ്. ഇടുപ്പെല്ലിനെ പറയുന്നത് എന്താണ്? പെൽവിസ്. ഈ പെൽവിസ് എന്ന് പറയുന്ന ബോൺ എങ്ങനെയാണ്? ഇലിയം, ഇഷിയം, പ്യൂബിസ് എന്നിങ്ങനെയുള്ള 3 ചെറിയ അസ്ഥികൾ ചേർന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ഇലിയം, ഇഷിയം, പ്യൂബിസ് എന്നിങ്ങനെയുള്ള 3 ചെറിയ അസ്ഥികൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു. ഇത് എന്താണ്? നമ്മൾ മുതിർന്ന് വരുന്നവരും എന്തായി ഒറ്റ അസ്ഥിയായി മാറുകയാണ് ചെയ്യുന്നത്. 3 ചെറിയ അസ്ഥികൾ, വേർപെട്ടിരിക്കുന്ന ചെറിയ അസ്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്? മുതിർന്ന പ്രായപൂർത്തിയാകുന്ന ടൈമിൽ ഒറ്റ അസ്ഥിയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണ് അത് പെൽവിസ് എന്ന ഒറ്റ അസ്ഥിയായിട്ട് മാറുന്നത്. എങ്ങനെയാണ്? ഇലിയം, ഇഷിയം, പ്യൂബിസ് എന്നിങ്ങനെയുള്ള 3 ചെറിയ അസ്ഥികൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു. ഈ 3 ചെറിയ അസ്ഥികളും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കുഴി പോലുള്ള ഭാഗമുണ്ട്. അതിനെ നമ്മൾ അസറ്റോബുലം എന്നാണ് പറയുന്നത്. എന്താണ്? അസറ്റോബുലം. ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇലിയം, ഇഷിയം, പ്യൂബിസ് എന്നിങ്ങനെയുള്ള 3 ബോണുകൾ ചേർന്ന് ഇടുപ്പിൽ ഒറ്റ രൂപത്തിലിരിക്കുന്നുണ്ട്. നട്ടലിൻ്റെ അവസാന ഭാഗമായിട്ടുള്ള കോക്കിക്സ് ഒക്കെ വരുന്നത് ഈ ഭാഗത്താണ്. ആ ഡയഗ്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതോടുകൂടി നമ്മുടെ അക്ഷാസ്ഥി കൂടവും അനുബന്ധാസ്ഥി കൂടവും എന്ത് ചെയ്തുകൊണ്ട് അസ്ഥികളെ എത്ര എണ്ണം ഉണ്ടെന്നോ അവ എവിടെയൊക്കെയാണെന്നുള്ള ധാരണ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. മനുഷ്യ ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് അസ്ഥികളെന്ന് വെച്ചാൽ 18% കേട്ടോ. മനുഷ്യ ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് അസ്ഥികൾ എന്ന് വെച്ചാൽ എത്ര ശതമാനമാണ്? 18%. അസ്ഥികളിലെ ജലത്തിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ 20 മുതൽ 25% വരെ അസ്ഥികളിൽ എന്തടങ്ങിയിട്ടുണ്ട്? ജലമടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് അസ്ഥികൾ എന്ന് വെച്ചാൽ 18%. അസ്ഥികളിലെ ജലത്തിൻ്റെ അളവ് ചോദിച്ചാൽ 20 മുതൽ 25% വരെയാണ്. അസ്ഥികൾക്ക് കാഠിന്യവും ബലവും നൽകുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻസ്, ലവണങ്ങൾ തുടങ്ങിയവയാണ്. എന്തൊക്കെയാണ്? കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻസ്, ലവണങ്ങൾ തുടങ്ങിയവയാണ് അസ്ഥികൾക്ക് കാഠിന്യവും ബലവും നൽകുന്നത്. അപ്പോൾ അസ്ഥികൾക്ക് കാഠിന്യവും ബലവും നൽകുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻസ്, ലവണങ്ങൾ. ഓക്കെ ആണല്ലോ. നമ്മൾ പുതിയ SCRTയും ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ തരുന്നത്. അതുകൊണ്ട് പുതിയ ടെക്സ്റ്റിലെ എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയാണ് പോകുന്നത്. ഒരു പോയിന്റും മിസ്സായിട്ടില്ല. എല്ലാവരും ക്ലാസ്സുകൾ വ്യക്തമായിട്ട് തന്നെ കാണുക. അടുത്ത പോയിന്റ് നോക്കാം. അസ്ഥികളിലെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കൽ, ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന അസ്ഥികളിലെ കോശം ഏതാണെന്ന് വെച്ചാൽ അതേതാണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ്. നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾ എന്തൊക്കെ കൊണ്ടാണ്. ഓർമ്മയുണ്ടോ? ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഓസ്റ്റിയോസൈറ്റ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ് അസ്ഥികളിലെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കൽ, ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന അസ്ഥികളിലെ കോശം എന്ന് പറയുന്നത്. എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞത്? മനുഷ്യ ശരീരത്തിൻ്റെ ഭാരത്തിൻ്റെ 18% അസ്ഥികൾ എന്ന് പറയുന്നത്. അസ്ഥികൾ ജലത്തിൻ്റെ അളവെന്ന് പറയുന്നത് 20 മുതൽ 25%. അസ്ഥികൾക്ക് കാഠിന്യവും ബലവും നൽകുന്ന പദാർത്ഥങ്ങൾ കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻസ്, ലവണങ്ങൾ തുടങ്ങിയവയാണ്. അസ്ഥികളിലെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കൽ, ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന അസ്ഥികളിലെ കോശം ഏതാണെന്ന് വെച്ചാൽ അത് ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ്.
അസ്ഥികളോടൊപ്പം തന്നെ നോക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത് തരുണാസ്ഥി. ഓക്കെ, അസ്ഥികളോടൊപ്പം പഠിക്കേണ്ട കാര്യമാണ് ഇത് തരുണാസ്ഥികൾ. എന്താണ് തരുണാസ്ഥികൾ? അസ്ഥികളേക്കാൾ മൃദുവായതും വഴക്കമുള്ളതുമായ യോജക കലയാൽ നിർമ്മിതമായവയാണ് തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. അസ്ഥികളും എന്താണ്? യോജക കലയ്ക്ക് ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ തരുണാസ്ഥിയും എന്ത് തന്നെയാണ്? യോജക കല തന്നെയാണ്. അസ്ഥികളേക്കാൾ മൃദുവായതും വഴക്കമുള്ളതുമായ യോജക കലയാണ് ഏതെന്ന് പറയുന്നത്? തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. കാൽമുട്ടുകൾ, കൈമുട്ടുകൾ, കണങ്കാലുകൾ, വാരിയെല്ലുകളുടെ അഗ്രഭാഗം, നട്ടെല്ലിൻ്റെ കശേരുക്കളുടെ ഇടയിൽ, ചെവിക്കുട, മൂക്കിൻ്റെ അഗ്രഭാഗം, ശ്വാസനാളം എന്നീ ഭാഗങ്ങളിലെല്ലാം എന്ത് കാണപ്പെടുന്നുണ്ട്? തരുണാസ്ഥി കാണപ്പെടുന്നുണ്ട്. കൈമുട്ടുകളിൽ കാണപ്പെടുന്നുണ്ട്, കാൽമുട്ടുകൾ, കണങ്കാലുകൾ, വാരിയെല്ലുകളുടെ അഗ്രഭാഗം, നട്ടെല്ലിലെ കശേരുക്കളുടെ ഇടയിൽ, ചെവിക്കുട, മൂക്കിൻ്റെ അഗ്രഭാഗം, ശ്വാസനാളം എന്നീ ഭാഗങ്ങളിലെല്ലാം എന്ത് കാണപ്പെടുന്നുണ്ട്? തരുണാസ്ഥികൾ കാണപ്പെടുന്നുണ്ട്. ഹയാലിൻ എന്ന തരുണാസ്ഥിയുടെ കാര്യം കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നല്ലേ? 8, 9, 10 ജോഡി വാരിയെല്ലുകളെ 7ാമത്തെ ജോഡി വാരിയെല്ലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധിപ്പിക്കുന്നത് ഏത്? ഹയാലിൻ എന്ന തരുണാസ്ഥി കൊണ്ടാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? തരുണാസ്ഥികളാണ്. അസ്ഥികളുടെ അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന തരുണാസ്ഥി അസ്ഥിസന്ധികളിലെ കർഷണം കുറയ്ക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അസ്ഥിസന്ധി എന്താണ്? അസ്ഥികൾ തമ്മിൽ 2ഓ അതിലധികമോ അസ്ഥികൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗമാണ് സന്ധികൾ എന്ന് പറയുന്നത്. ഈ അസ്ഥികളുടെ അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന തരുണാസ്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്? അസ്ഥിസന്ധികളിലെ കർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. തരുണാസ്ഥികളിൽ രക്തക്കുഴലുകളോ നാഡികളോ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. തരുണാസ്ഥികളിൽ എന്തില്ല? രക്തക്കുഴലുകളോ നാഡികളോ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. രക്തക്കുഴലുകളുടെ അഭാവം മൂലം തരുണാസ്ഥി ഇതര കലകളേക്കാൾ സാവധാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? വളരുന്നത്. അവയ്ക്ക് രക്തക്കുഴലുകളുടെ സാന്നിധ്യം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പോഷകങ്ങളും എന്താണ് ഓക്സിജനും ഒക്കെ എത്തുന്നത് എന്താണ്? വളരെ കുറവായിട്ടാണ്. അതുകൊണ്ട് വളരെ സാവധാനം മാത്രമാണ് എന്ത് വളരുന്നത്? തരുണാസ്ഥികൾ വളരുന്നത്. പോയിന്റുകൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ തരുണാസ്ഥികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അസ്ഥികളേക്കാൾ മൃദുവായതും വഴക്കമുള്ളതുമായ യോജക കലയാണ് തരുണാസ്ഥി എന്ന് പറയുന്നത്. കാൽമുട്ടുകൾ, കൈമുട്ടുകൾ, കണങ്കാലുകൾ, വാരിയെല്ലുകളുടെ അഗ്രഭാഗം, നട്ടെല്ലിലെ കശേരുക്കളുടെ ഇടയിൽ, ചെവിക്കുട, മൂക്കിൻ്റെ അഗ്രഭാഗം, ശ്വാസനാളം എന്നീ ഭാഗങ്ങളിലെല്ലാം തരുണാസ്ഥികൾ കാണപ്പെടുന്നുണ്ട്. അസ്ഥികളുടെ അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന തരുണാസ്ഥികൾ അസ്ഥിസന്ധികളിലെ കർഷണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. തരുണാസ്ഥികളിൽ രക്തക്കുഴലുകളോ നാഡികളോ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. രക്തക്കുഴലുകളുടെ അഭാവം മൂലം തരുണാസ്ഥി ഇതര കലകളേക്കാൾ സാവധാനത്തിലാണ് വളരുന്നത്. മറ്റു കലകളെ അപേക്ഷിച്ച് തരുണാസ്ഥി എങ്ങനെയാണ് വളരുന്നത്? സാവധാനത്തിലാണ് വളരുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്